ഈ CMRLന്റെ കയ്യിൽ നിന്ന് അങ്ങയുടെ കൂടി സുഹൃത്തായ ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്ന് നേരിട്ട് പണം വാങ്ങിയ രാഷ്ട്രീയ നേതാക്കളുടെ പേര് ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിലുണ്ട്. അതിലൊന്ന് പിണറായി വിജയനാണ്, മറ്റൊന്ന് ഉമ്മൻചാണ്ടിയാണ്, പിന്നെ മറ്റൊന്ന് ഇബ്രാഹിം കുഞ്ഞും PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവരാണ്. അപ്പോൾ ഇവരെല്ലാവരും ഈ CMRLൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നത് താങ്കൾ അറിയുന്ന കാര്യമാണോ? എപ്പോഴെങ്കിലും ശശിധരൻ കർത്ത താങ്കളോട് സൂചിപ്പിച്ചിട്ടുണ്ടോ? ശശിധരൻ കർത്താവ് ഒരു ധർമ്മിഷ്ഠനാണ്. എല്ലാ പാർട്ടികൾക്കും അതുപോലെ എല്ലാ സാമൂഹിക സാംസ്കാരിക സംഘടനയ്ക്കും അകമഴിഞ്ഞ സംഭാവന കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല, അവന് മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. ഞങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട്. SNDP യൂണിയനും യോഗത്തിനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹം ഒരു മാന്യനാണ്, മര്യാദക്കാരനാണ്. രാഷ്ട്രീയക്കാർ സ്വാഭാവികമായിട്ടും സംഭാവന ചോദിക്കുമ്പോൾ കൊടുത്തു കാണും. ഉമ്മൻചാണ്ടിക്ക് കൊടുത്തു കാണും, ഒരുപക്ഷെ പിണറായി ചോദിച്ചപ്പോൾ അവിടെയും കൊടുത്തു കാണും. ഇത് കൊടുത്തോ കൊടുത്തില്ലേ എന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എല്ലാ പാർട്ടിക്കും അദ്ദേഹം സംഭാവന കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നേരെ തന്നെയാണ്. അത് വ്യക്തിപരമായാണോ പാർട്ടിപരമാണോ എന്നൊന്നും എനിക്കറിയാം. അതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കണ്ടെത്തേണ്ട വിവരങ്ങളാണ്. താങ്കൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് പിണറായി വിജയൻ തന്നെ അങ്ങയോട് നേരിട്ട് പറഞ്ഞു ശശിധരൻ കർത്ത പൈസ തന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്നും അങ്ങ് ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല. ശശിധരൻ കർത്താവ് അല്ല, ശശിധരൻ കർത്താവ് പണം കൊടുത്തിട്ടുണ്ട് എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളെന്താ ട്വിസ്റ്റ് ചെയ്യാതെ? ശശിധരൻ കർത്താവ് എല്ലാ പാർട്ടികൾക്കും സംഭാവന കൊടുക്കുന്ന ഒരാളാണ്. അങ്ങ് പറഞ്ഞത് ഏത് പാർട്ടിയാണ് അദ്ദേഹത്തിന് സംഭാവന മേടിക്കാത്തത്? ഏത് സാമൂഹിക സംഘടനയാണ് ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന് ശശിധരൻ കർത്ത താങ്കളോട് പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ? അങ്ങനെയല്ലേ താങ്കൾ പറഞ്ഞത്? അതെ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് അവരുടെ ചില വർക്കുകൾ, അതായത് കർത്താവിൻ്റെ കമ്പനിയുടെ ചില വർക്കുകൾ ഈ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മകള് ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും അതിനുള്ള പ്രതിഫലം കൊടുക്കുന്നുണ്ടെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശശിധരൻ കർത്തയാണ് പറഞ്ഞത്. അങ്ങയോട് പറഞ്ഞത് ശശിധരൻ കർത്തയാണ് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പാ. അതെ 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 ശരി. അപ്പൊ ശശിധരൻ കർത്ത അങ്ങനെ ഒരു ആരും നിഷേധിച്ചിട്ടില്ലല്ലോ, ഉണ്ടല്ലോ. ശരി, അല്ല നമുക്ക് ആ വിഷയം അവിടെ അവസാനിപ്പിക്കാം. ഏതായാലും അതൊരു വലിയ വെളിപ്പെടുത്തലാണ്. കർത്ത തന്നെ താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ പാർട്ടികൾക്കും സംഭാവന നൽകുന്ന ഒരാളാണ്, SNDPക്കും സംഭാവന നൽകിയിട്ടുണ്ട് എന്ന്. ഏതായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രതിച്ഛായ പ്രശ്നത്തിലാണ് ഇപ്പോൾ പിണറായി വിജയനും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബവും.